ഇന്നിപ്പോൾ ബിസിനസ് നല്ല രീതിയിൽ ടേൺ ഓവറായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആ ഒരു ധൈര്യമുണ്ട്. മകളാണെങ്കിലും വൈഫിനാണെങ്കിലും ഉമ്മയ്ക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യാതൊരു കുറവും വരുന്നില്ല. ഇനി എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഉള്ളിലുള്ളൊരു മോഹം അതൊന്ന് അയവിറക്കാൻ അല്ലെങ്കിൽ അതൊന്ന് ലൈഫിൽ കാണാൻ വേണ്ടിയിട്ട് ചെറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറം വരുന്നു എന്ന് മാത്രമാണ്. ഓക്കെ. പക്ഷേ എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കണക്ഷനിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക ഈ ഒരു ലോകത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഇക്കേനെ ഇങ്ങോട്ട് കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇക്കയ്ക്ക് കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കി തരുന്നതൊക്കെ ഇവിടെയുള്ള ആരാണ്? അത്യാവശ്യം എനിക്ക് ചാൻസ് കിട്ടുന്നത് ഞാനൊരു സെറ്റിൽ പോയാൽ അവിടുത്തെ മേക്കപ്പ് മാൻ ഉണ്ടാവും, അല്ലെങ്കിൽ കൊറിയോഗ്രാഫർ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും അടുത്ത സെറ്റിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ട് കേട്ടോ, വേണമെങ്കിൽ വിളിച്ചു നോക്ക്. അങ്ങനെയൊക്കെയാണ് ഇതുവരെ കിട്ടി. 21ലേക്ക് എത്തിയത് അങ്ങനെയൊക്കെയാണ്. അതിലപ്പുറത്തേക്ക് പോയിട്ടില്ല എന്ന് മാത്രം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുഴപ്പമുണ്ട്. ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് ഉണ്ട്, ചെന്നൈയിലാണ്. അവിടെ വരണം, 2 സീനാണെങ്കിലും 10 ദിവസം നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പതുക്കെ പുറകോട്ട് വലിക്കും. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് അത് ബാധിക്കുന്നതുകൊണ്ട് എൻ്റെ കുഴപ്പങ്ങളും കുറേ ഉണ്ട്. ഇപ്പം എൻ്റെ സൗകര്യം ഞാൻ മമ്മൂട്ടി ഒന്നുമല്ലല്ലോ, ഞാൻ പറയുന്ന ലൊക്കേഷനിൽ വന്നിട്ട് മറ്റേ സിനിമ നിർമ്മിച്ചോളാന്നൊക്കെ പറയാൻ ഞാൻ അത്രയും വലിയ ആക്ടർ ഒന്നുമല്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ട് എനിക്ക്. ഇക്ക തന്നെ ചെയ്തിരിക്കുന്ന ഇപ്പോൾ 21 സിനിമകൾ, അതിനപ്പുറം എത്രയോ ഷോർട്ട് ഫിലിംസുകൾ. ഇത് ഇക്ക തന്നെ ഇരുന്ന് കാണുമ്പോൾ സ്വയം എങ്ങനെയൊക്കെ അതിനെ വിലയിരുത്തുന്നത്? ഒരു നടൻ എന്ന രീതിയിലായാലും സംവിധാനത്തിലാണെങ്കിലും അത് കഥ തിരക്കഥയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിലും പുറമേ നിന്നൊരു കാഴ്ചക്കാരനായിട്ടിരുന്ന് കാണുമ്പോൾ സ്വയം എങ്ങനെ വിലയിരുത്തുന്നു? ഒരുപാട് കുഴപ്പങ്ങളെ ഞാൻ കാണാറുള്ളൂ. കാരണം ഞാനൊക്കെ അഭിനയിക്കുന്ന സിനിമ ചെറിയ ബഡ്ജറ്റ് സിനിമയാണ്. അപ്പോൾ അതിന് അത്രയും ക്വാളിറ്റി ഉണ്ടാവും. ഞാൻ വെറുതെ ഇതിൻ്റെ മൈക്കിൻ്റെ മുള്ളിൽ വീണിട്ട് ഭയങ്കരമാണ് എൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ 10 കോടിയോ 20 കോടിയോ ഇപ്പോൾ 100 കോടിയോ ഒക്കെ എടുക്കുന്ന സിനിമയും ഈ 10 ലക്ഷം 15 ലക്ഷം കൊണ്ട് എടുക്കുന്ന സിനിമയും തമ്മിൽ അത് ഒരുപാട് മാറ്റം. നമ്മൾ അഭിനയം തന്നെ നമ്മൾ പെർഫെക്ഷൻ്റെ കറക്റ്റ് ആവില്ല. ഇപ്പോൾ ഷോർട്സ് തന്നെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോർട്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന പോലെ ഒരു മൈക്ക് വെച്ചൊരു ഷോട്ടേ എടുക്കുന്നുള്ളൂ. ചെറിയ സിനിമകളിൽ ഒറ്റ ഷോട്ടേ എടുക്കും. അത് 4 or 5 ആംഗിളിൽ എടുക്കുമ്പോഴേ നമ്മുടെ ആ പെർഫോമൻസ് കിട്ടും. അതിപ്പോൾ ചെറിയ സിനിമകളാകുമ്പോൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന സിനിമയായിരിക്കും. ഞാൻ മിക്കവാറും അഭിനയിച്ച എല്ലാ സിനിമകളും 10 or 15 ദിവസം കൊണ്ട് തീർക്കുന്ന സിനിമകളാണ്. അപ്പം അത്രയും തീർക്കുമ്പോൾ ഷോർട്ടിൽ വളരെ കുറയും. അപ്പം നമ്മൾ അഭിനയം ശരിക്കും ഫലിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ കഥാപാത്രങ്ങളിൽ എൻ്റെ അഭിനയം പൂർണ്ണമായും ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കിതൊരു വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. പറ്റിയിട്ടില്ല. കാരണം അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. എന്നാലും അപ്പോൾ ഓരോ ഇത് കാണുമ്പോഴും ഇക്കയ്ക്ക് ഓരോരോ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്, സ്വയം വിലയിരുത്തുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഇന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് മോശമായി, ഇനി ഞാൻ കുറച്ചും കൂടെ അങ്ങനെ സ്വയമാണോ എപ്പോഴും ജഡ്ജ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതോ വേറൊരു സുഹൃത്തിനെയോ വേറെ ആരെങ്കിലും ചോദിക്കും, എൻ്റെ സിനിമ അയച്ചു കൊടുക്കും. മറ്റേ എൻ്റെ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഗണ്ടഷ, ഗോഡ്സ് ഓൺ പ്ലേയേഴ്സ് ഒക്കെയുള്ള കുറേ സിനിമകളുണ്ട്. അവർക്കൊക്കെ പലർക്കും അയച്ചിട്ട് അഭിപ്രായം ചോദിക്കും. അവരൊക്കെ പറയാം മേക്കിംഗ് പോരാന്ന് പറഞ്ഞാൽ 15 ലക്ഷം കൊണ്ട് തീർക്കുന്ന പടം 100 കോടി കൊണ്ട് തീർക്കുന്നതിൻ്റെ മേക്കിങ്ങിൻ്റെ ഗുണം കിട്ടില്ലല്ലോ. അപ്പോൾ അത് തന്നെയാണ് അവിടെ തന്നെയാണ് പ്രശ്നം. നല്ലൊരു സിനിമയുടെ ഭാഗമാകുമ്പോഴേ നമുക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ചെറിയ സിനിമയുടെ ഭാഗമാകുമ്പോൾ അതിൻ്റെ ആ ക്വാളിറ്റിയെ കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ആ ഒരു അറിവ് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇക്കയ്ക്ക് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ഇതെല്ലാം ഞാൻ എൻ്റെ ഞാൻ വരച്ച വരയിൽ തന്നെ എല്ലാം നിൽക്കണമെന്ന് വിചാരിച്ചാലും നടക്കില്ല. അപ്പം ഇപ്പം കാര്യങ്ങളുടെ പ്രാക്ടിക്കാലിറ്റി ഒക്കെ ഇക്കയ്ക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി കുറച്ചും കൂടി ഒരു ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ശരിക്കും നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു കമേഴ്ഷ്യൽ മൂവി, അത് സബ്ജക്റ്റ് എന്തുമായിക്കോട്ടെ, ആ ഒരു രീതിയിൽ നല്ലൊരു സ്റ്റാറോ അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ടറോ വന്നിട്ട് അങ്ങനെ കുറച്ചും കൂടെ വോളിയം പൈസ ഇട്ടുകൊണ്ട് ഇക്കയുടെ ബിസിനസ് ഇനിയിപ്പോൾ നോക്കി നടത്താൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അല്പ ദൂരത്തേക്ക് മാറിക്കൊണ്ട് അങ്ങനെയൊക്കെ ഇനി ചിന്തിച്ചു നോക്കിക്കൂടെ? ഞാനിപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ചെറിയ സിനിമകൾ വേണ്ട എന്ന് വെച്ചിട്ട് നല്ല സിനിമകളിലെ ചെറിയ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഇപ്പോഴും ഉള്ളത്. എനിക്ക് നായകനായിട്ട് അഭിനയിക്കണ്ട, നല്ല സിനിമയിൽ ഒരുപാട് പേര് കാണുന്ന സിനിമയിലെ ചെറിയ കഥാപാത്രം മതി. കുറച്ച് പേര് കാണുന്ന സിനിമയിലെ നായകനേക്കാൾ നല്ല ഒരുപാട് പേര് കാണുന്ന സിനിമയിലെ ചെറിയ റോളിൽ അഭിനയിക്കുന്ന ആളാണ് കൂടുതൽ താല്പര്യം. ഓക്കെ. ഈ ഒരു ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്താണ് ഇപ്പം വളരെ കോൺഫിഡൻറ്റോടെയാണ് ഇക്ക നിൽക്കുന്നത്. ഇനി ഇപ്പോൾ പറയുമ്പോഴാണെങ്കിലും വളരെ ലാഘവത്തോടെ ഇന്നിപ്പോൾ ഒരു സിനിമ വേണമെന്നുണ്ടെങ്കിൽ ഇക്കയ്ക്ക് സുഖമായിട്ട് നിർമ്മിക്കാനും പറ്റും. ആ ഒരു ലെവലിലേക്ക് അത് സ്വയം സെൽഫ് ഏൺ മണിയും കൂടിയാണല്ലേ. പക്ഷേ ഈ ഒരു ലൈഫ് ഇക്കേനെ പഠിപ്പിച്ചു തന്നത് മെയിനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും എന്തൊക്കെയാണ് പഠിച്ചത് ലൈഫിൽ നിന്നും? അല്ല, ബിസിനസ്സിൽ പഠിച്ചത് ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ സ്വപ്നം കാണണം. സ്വപ്നം കണ്ടെങ്കിൽ മാത്രമേ, സ്വപ്നം കാണാതെ
നമ്മളെപ്പോഴും നെഗറ്റീവ് അടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാൽ ചിലപ്പം വരെ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കോളം കിട്ടുന്ന പോലെ നമ്മളെപ്പോഴും ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ആഗ്രഹിച്ചെടുത്ത് എത്തിയില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കരുത്. ആഗ്രഹിച്ചിടത്തേക്കൊന്നും എപ്പോഴും എത്തൂല, പക്ഷെ ആഗ്രഹിച്ചത് കൊണ്ടാണ് എത്തിയിടത്തം വരെയെങ്കിലും എത്തിയെന്നുള്ളത് സമാധാനം കിട്ടും. ഓക്കെ. കുഞ്ഞ് റഫീഖിൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത് തൊട്ട് മുന്നിലെ ഒരു ഹോട്ടലിലോ ചായക്കടയിലോ ഒരു പൊറോട്ടയും ചിക്കൻ കറിയോ ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് അവരിലെ യൂസഫലിനെ കണ്ടുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് റഫീഖില്ലേ, ആ കുഞ്ഞ് റഫീഖ് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി എനിക്ക് ഉറപ്പാണ് ഒരു ഹോട്ടലിൽ പോയിട്ട് അന്തസ്സായിട്ട് ചേട്ടാ വെയിറ്ററിനെ വിളിച്ചുകൊണ്ട് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു അല്ലെങ്കിൽ ഒരു പൊറോട്ടയും ആ ഒരു നിമിഷം ഓർമ്മയുണ്ടോ? അല്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ അങ്ങനെ ജീവിതത്തിൽ അവസാനം അത് നേടിയെടുത്തല്ലോ. അത് നേടിയെടുത്തു. ഇപ്പൊ എനിക്ക് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് ചുറ്റും എന്റെ സ്വന്തം ഹോട്ടലാണുള്ളത്. അതെ, ഇപ്പൊ അല്ല ഞാൻ ചോദിക്കുന്നത് ആ ഫസ്റ്റ് ഡേ സ്വന്തമായിട്ട് നമ്മുടെ ബേക്കറിയിൽ നിന്നും പൈസ വന്നു, പൈസ കിട്ടിയിട്ട് സ്വന്തമായിട്ട് നമുക്കൊരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു വരുമാനം വന്നല്ലോ. ആ സമയത്ത് ഇക്ക പോയിട്ട് ഒരു ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്തത് അതിപ്പോഴും ഓർമ്മയിലുണ്ടോ? ഉണ്ട്. അത് പൈസ വന്ന് ഒറ്റയടിക്കേണ്ട പൈസ കയറിയല്ലോ, പതിയെ പതിയെ കയറി. ഇപ്പം ഞാൻ എവിടെ യാത്ര ചെയ്യുമ്പോഴും പല റെസ്റ്റോറൻറ്റിൽ കയറും, ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറും. പല റെസ്റ്റോറൻറ്റുകൾ എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെയൊക്കെ ഇപ്പം ജീവിതത്തിൻ്റെ സ്റ്റൈലേ മാറി. ഇപ്പോൾ ഒരു സാധനവും നമ്മൾ വില വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ പണ്ട് 1 രൂപയുടെ ചരു എന്ന് പറയുന്ന സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുന്നത് ഞാൻ ഇപ്പം ഫിഷിൻ്റെ ഷോപ്പിൽ കയറിയാൽ 4000-5000 രൂപയുടെ മീനാണ്. ഒരു സാധനം നോക്കുമ്പോൾ അതിൻ്റെ വില ചോദിക്കാറില്ല, അത് തരാൻ പറയും. ആ ഒരു ലെവലിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തന്നെ അറിയാലോ, ഞാൻ അതിലേക്കൊക്കെ മാറി എന്നുള്ള കാര്യം. അത് ഒരു ദൈവാനുഗ്രഹമാണ്, ശ്രമത്തിൻ്റെ ഫലമാണ്, ഒക്കെയാണ്. ആർക്ക് ശ്രമിച്ചാലും എനിക്കാവാൻ പറ്റുമെങ്കിൽ ഇവിടെ ആർക്ക് വേണമെങ്കിലും ആവാം. കാരണം ഞാൻ ഒരു കഴിവില്ലാത്തവനാണ്. ഒരു കഴിവില്ലാത്ത ഞാൻ ഇതിൽ വന്നില്ല. ആഗ്രഹിച്ച് നിങ്ങൾ പരിശ്രമിച്ചാൽ ആർക്ക് വേണമെങ്കിലും ആകാൻ പറ്റും. ഇക്ക ഒരു പക്ഷേ എളിമ കൊണ്ടോ അല്ലെങ്കിൽ വല്ലാണ്ട് ഇപ്പം നിരന്തരം പറയുന്നുണ്ട് എനിക്കൊരു കഴിവുമില്ല, ഞാൻ വളരെ ശരാശരിക്കാരനാണ്, അങ്ങനെ പോലും എന്നെ പറയാൻ കൊള്ളില്ല എന്ന് തന്നെ ഇങ്ങനെ പോർട്രേ ചെയ്യുന്ന ഇക്കേനെ കുറിച്ച്. പക്ഷേ അങ്ങനെ ഒരു കഴിവില്ലാത്തവനാണെങ്കിൽ ഇന്നിപ്പോൾ 63 ബേക്കറികൾ, 21 സിനിമകൾ, അതും സ്വയം കൈപ്പടയിൽ കഥ, തിരക്കഥ, സംവിധാനം എല്ലാം ചെയ്തു. ഇക്കയ്ക്ക് അത് തോന്നുന്നതാണ് അല്ലെങ്കിൽ ഇക്കയ്ക്ക് മനസ്സിലാവുന്നില്ല ഇന്നും ഇക്കയുടെ മഹത്വം എന്താണെന്ന് അല്ലെങ്കിൽ കഴിവെന്താണെന്ന്? എഴുതാനൊക്കെ പ്രേരണ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പം ദൈവം എല്ലാത്തിനും ചെറിയ ചെറിയൊരു കണിക തന്നിട്ടുണ്ടാവുമല്ലോ, എല്ലാ കഴിവുകളും തന്നിട്ടുണ്ടാവും. നമ്മൾ ഏതാണ് ഡെവലപ്പ് ചെയ്തെടുക്കുക അതിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എഴുതാനുള്ളൊരു കഴിവും ചിന്തിക്കാനുള്ള കഴിവൊക്കെ തന്നിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. ഞാൻ ഒരു കഥ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ ഒരു കഥ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ക്ലൈമാക്സ് വരെ എത്തിച്ച് മനസ്സിലൊരു കഥ രൂപപ്പെടുത്തിയെടുക്കാനൊക്കെയുള്ള അങ്ങനെ ഒരു കഴിവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് കഥ രൂപപ്പെട്ട് ക്ലൈമാക്സ് വരെ എത്തിക്കഴിഞ്ഞാലാണ് എഴുതാനിരിക്കും. ഒരു സിനിമയായിട്ട് കഥ മുന്നിൽ വരും, അത് വന്നതിന് ശേഷമാണ് എഴുതാൻ പേപ്പറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഞാനായിരിക്കുമല്ലോ എഴുതാൻ, ചിലപ്പോൾ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് എഴുതിക്കും, മകളെ കൊണ്ട് എഴുതിക്കാറുണ്ട്. അങ്ങനെയൊക്കെ എഴുതിക്കാണ് കൂടുതൽ. ഞാൻ എഴുതുന്നതിനേക്കാണെങ്കിൽ കൂടുതൽ ഞാനിങ്ങനെ നടന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒക്കെ എഴുതിക്കാറുണ്ട്. ചിലപ്പോൾ കഥയില്ലാതെ തന്നെ തിരക്കഥയിലേക്ക് പോകാറുണ്ട്. ഞാൻ സിനിമ ആദ്യം മനസ്സിൽ ഡെവലപ്പ് ചെയ്തെടുക്കും. ഒരു സിനിമ ആ സിനിമ എടുത്തിട്ട് ക്ലൈമാക്സ് വരെ എത്തി, സിനിമയായി മനസ്സിൽ, പിന്നെ നമ്മൾ ഒന്നുപോലെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. പക്ഷെ അത് സിനിമയുടെ കാര്യത്തിൽ, ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ 63 എണ്ണം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. കാരണം എറണാകുളത്തെ തന്നെയും ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ തന്നെ പല സ്ഥലത്ത് ഇക്കയുടെ ബേക്കറികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നിപ്പോൾ സ്വന്തമാക്കി എടുക്കുക എന്ന് പറയുന്നത് തീരെ കഴിവില്ലാത്തൊരു പയ്യന് ഇതൊന്നും നടക്കില്ലല്ലോ. അതെനിക്ക് കഴിവുണ്ടാകാൻ തോന്നിയിട്ടില്ല. എൻ്റെ കസ്റ്റമർക്ക് എന്നോട് ഞാൻ ആലുവയിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ സംരക്ഷിച്ചത് ആലുവ, എന്നെ വളർത്തിയത് പെരുമ്പാവൂർ എന്നൊക്കെ ഞാൻ മുമ്പേ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു. എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ എൻ്റെ ബേക്കറി വളർന്നതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയില്ല. എളിമ കൊണ്ട് പറയുന്നില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്നോട് എന്തോ ആളുകൾക്ക് ഒരു ഇഷ്ടമുണ്ട്.